ശ്യാമ ഇതുവരെ ഉണർന്നിട്ടില്ല. ഇന്നലെ നിങ്ങൾ എന്ത് ഇഞ്ചക്ഷനാ കൊടുത്തത്? അതൊക്കെ ഡോക്ടറോട് ചോദിച്ചാ മതി. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ? ഈ നേരമായിട്ട് ശ്യാമ ഉണരാത്തതിന്റെ കാരണം എന്താ? എന്ത് അസുഖത്തിനാ നിങ്ങൾ ശ്യാമയെ ചികിത്സിക്കുന്നേ? നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്നോട് നിങ്ങൾ ഇത്ര സംശയങ്ങളൊന്നും ചോദിക്കണ്ട. ഡോക്ടർ വരുമ്പോ ചോദിച്ചാ മതി. ചോദിക്കും, ചോദിക്കാൻ തന്നെയാണ് തീരുമാനം. അയാളെ ഡോക്ടറോ അതോ കൊള്ളക്കാരുടെ തലവനോ? വെറുതെ ഡോക്ടറൊന്നും പറയണ്ട. സാറ് കേട്ട് വന്നാലുണ്ടല്ലോ. എനിക്ക് അയാളെ പേടിയൊന്നുമില്ല. ആരുടെങ്കിലും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഞങ്ങളെ ദ്രോഹിക്കുന്ന ആളല്ലേ. നാണമില്ലാത്ത മനുഷ്യൻ. എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമല്ലോ. അപ്പൊ കാണിച്ചു കൊടുക്ക അയാൾക്ക്. ഇപ്പോഴും നല്ല വേദനയുണ്ടോ? തലയാ വേദനിക്കുന്നത്. എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ നോർമലായിട്ടാ സ്റ്റെപ്പ് ഇറങ്ങി വന്നത്. ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. പൂജാമുറിയും പൂജയൊക്കെ ഉള്ള വീടല്ലേ? അപ്പോ അങ്ങനെ വലിയ ശക്തിയോ മറ്റോ? ഏയ്, അങ്ങനെയൊക്കെ ഉണ്ടാവൂ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്ഥിരമായി പൂജ നടത്തുന്നവരും ദൈവത്തിന്റെ ശക്തിയും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അവരേതെങ്കിലും രീതിയിൽ പുറത്തേക്ക് പോവുകയോ മറ്റേതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കപ്പെടുകയോ ചെയ്താൽ അത്തരം ഫോഴ്സുകൾ പുറത്തു വരുമെന്ന്. സാറയ്ക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പൂജാരിയെ കൊണ്ടുവന്ന് പ്രശ്നം വെപ്പിക്കാം. വീടിന് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാവുന്നത് നല്ലതല്ലല്ലോ. മാത്രമല്ല, സാറയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ശരിക്കും പിന്നെ ഇപ്പൊ തന്നെ സാറ് ഒന്ന് വീണപ്പോ എന്റെ മനസ്സ് എത്രയ്ക്ക് വേദനിക്കുന്നുണ്ടെന്നറിയാമോ? മനസ്സെത്ര വേദനിക്കുന്നുണ്ടെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ ചന്ദ്രേട്ടാ? നാണമില്ലേ നിങ്ങക്ക്? ഇവളെ പോലെ ഒരുത്തി എഴുന്നള്ളിച്ചോട് നടക്കാൻ. ഇവള് നിങ്ങളോട് കുഴഞ്ഞാടുന്നത് കണ്ടാൽ അറിഞ്ഞൂടെ ഇവളുടെ സ്വഭാവം ശരിയല്ലെന്ന്? ചന്ദ്രു, നിർത്തടി. അവളുടെ ഒരു ചന്ദ്രു സ്കൂൾ ബാഗിട്ട് LKG സ്കൂളിൽ കൊണ്ടുപോവല്ലേ? ഇനി മേലാൽ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ അടിച്ചതിന്റെ മുഖം ഞാൻ പൊളിക്കും. നീ സാറാമടുത്ത് തല്ലാറായോടി. ചന്ദ്രു വേണ്ട, സുഖമില്ലാത്തതാണ്. അതും ഇത് പകരുന്ന അസുഖം. ചന്ദ്രന് എന്തെങ്കിലും പറ്റിയാ? ഓ, ചന്ദ്രന് എന്തെങ്കിലും പറ്റിയാലോ അവളങ്ങ് തേഞ്ഞില്ലാതായി പോകും. എന്നാലും മനുഷ്യ, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കൊരു അസുഖം വന്നപ്പോ എന്നെ നോക്കാൻ പോലും നിങ്ങൾക്ക് നേരമില്ല. പകരം എന്നെ ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ വീട്ടില് ഞാനും നിങ്ങൾ ഒന്നിച്ചിരുന്ന മുറിയില് ഒരുമിച്ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതങ്ങ് സഹിച്ചാ മതി. അങ്ങനെ സഹിക്കാനേ എനിക്ക് പറ്റില്ലെങ്കിലോ? ഇറങ്ങി പോണം, എന്നിട്ട് തെരുവിൽ കിടന്ന് തെണ്ടണം. ഇത് സാറയുടെ വീടാ. സാറ പെർമിറ്റ് ചെയ്യുന്നവർ മാത്രമേ ഈ വീടിനകത്തുണ്ടാവൂ. ചന്ദ്രശേഖർ, എനിക്കും ചന്ദ്രശേഖരനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്ന് 3 നേരം തിന്നുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ല ബുദ്ധിമുട്ടായിട്ട് മാറുകയാണെങ്കിൽ നോ ഡൗട്ട് അങ്ങനെയുള്ളവർ പുറത്തിറങ്ങിയിരിക്കണം. ഓക്കെ സാറ, എന്റെ കണക്കൂട്ടലില് ഇത് ഒരുപാട് പാടില്ല. സാറ വരും, വെറുതെ നിന്ന് ബുദ്ധിമുട്ടണ്ട.
പോയല്ലോ ഈശ്വര. ശ്യാമ ഒന്ന് കണ്ണൂർക്ക് ശ്യാമ ശ്യാമ ഞാനിപ്പോ മരിച്ചു പോവും. എന്റെ മോളെ എനിക്ക് കാണണം. എടേ ശ്യാമേ 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 ഈശ്വരനെ, നിന്നെ പോലെ ലോകം അറിയുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു വിധി വന്നല്ലോ. നിന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഞാൻ.